സുചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മൾ നേരത്തെ ഒരു വാർത്ത പുറത്ത് വിട്ടിരുന്നു. അത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ മാധ്യമങ്ങളിൽ സാറ്റലൈറ്റ് മാധ്യമങ്ങളൊന്നും കൊടുത്ത് ഞാൻ കണ്ടില്ല. ഓൺലൈൻ മാധ്യമങ്ങൾ പലതും നമ്മൾ എടുത്തു കഴിഞ്ഞ ശേഷം അവർ ചർച്ച ചെയ്യുന്നത് കണ്ടു. ഇപ്പൊ അങ്ങനെ ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ പല ഓൺലൈൻ മാധ്യമങ്ങളിൽ വരുന്നത് ഞാൻ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പല ചർച്ചകളും ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ് ഒക്കെ പല ആൾക്കാരും ഇപ്പോൾ എടുത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ പറഞ്ഞ വാർത്ത എന്ന് പറഞ്ഞാൽ അമിത്ഷാ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. 1974 മുതൽ ഇങ്ങോട്ടേക്കുള്ള കലാപങ്ങൾ, സ്റ്റാമ്പീഡുകൾ, മതസംഘർഷങ്ങൾ, ആൾക്കൂട്ട കൊലപാതകങ്ങൾ, അങ്ങനെയുള്ള സകല തീവ്രവാദ പ്രവർത്തനങ്ങൾ, ഖലിസ്ഥാനി പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള സകല ഫയലുകളും എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ ഫണ്ടിങ് എവിടെ നിന്നാണ് വരുന്നത്, ഇത് എവിടെ നിന്നാണ് ഈ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്, ഇതിലെ പ്രതികൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, അങ്ങനെയുള്ള സകല കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഇനി ഒരു കലാപം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകരുത്. അപ്പോ പല കാര്യങ്ങളും ഈ കോൺഗ്രസ് ചെയ്യാൻ അവർക്ക് പറ്റാത്തതും അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം ചെയ്യാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളും കേന്ദ്രം ഇപ്പോൾ അതിഗംഭീരമായിട്ട് ചെയ്തു വരികയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ഈ CPI മാവോയിസ്റ്റ് എന്ന് പറഞ്ഞ സംഘടന ഇപ്പോൾ ആയുധം വെച്ച് കീഴടങ്ങിയത്. ഞങ്ങൾക്ക് അഭയം തരണമെന്ന് പറഞ്ഞ അഭയ് എന്ന് പറഞ്ഞൊരു കത്ത് അവരയച്ചിട്ടുണ്ടായിരുന്നു അമിത്ഷായ്ക്ക്. അപ്പൊ അങ്ങനെ പല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഒരു കലാപം ഈ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നേപ്പാളിലും ഫിലിപ്പൈൻസിലും ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. ഫ്രാൻസ്, യൂറോപ്പ്, UK ഇവിടെയൊക്കെ കലാപങ്ങൾ അതിഭീകരമായിട്ട് പൊട്ടിപ്പുറപ്പെടുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ രാജ്യത്ത് എവിടെയെങ്കിലും ഇതിന്റെ ഒരു തീ, എവിടെയാണ് ഈ തീ വീഴുന്നത്? ഈ കലാപം ഉണ്ടാകാൻ ഒരു തീ വേണം. ആ തീ വീഴുന്ന ആ തീയിലാണ് അമിത്ഷാ കൈവച്ചിരിക്കുന്നത്. ആ തീ ഒരു കാട്ടുതീയാകുന്നതിന് മുമ്പ് തന്നെ അതിനെ വെള്ളം കോരി ഒഴിച്ച് കെടുത്താനുള്ള ഒരു നിയമം ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് അമിത്ഷാ കൊണ്ടുവരാൻ പോവുകയാണ്. ആ നിയമത്തിന് വേണ്ടിയിട്ടുള്ള 13 മാർഗനിർദ്ദേശങ്ങൾ ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം ഇറക്കിയിട്ടുണ്ട്. ആ നിയമം ഇപ്പോൾ വരാൻ പോവുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് ഈ പുതിയ നിയമങ്ങൾ ലക്ഷ്യമിടുന്നത് വിദ്യാർത്ഥി പ്രകടനങ്ങൾ, സോഷ്യൽ മീഡിയ വഴി പടരുന്ന പൊതുജന രോഷം, പിന്നെ കുംഭമേള പോലുള്ള മേളകളിൽ ഉണ്ടാകുന്ന സ്റ്റാമ്പീഡുകൾ, സ്പോർട്സ് സ്റ്റേഡിയങ്ങൾ സംബന്ധിച്ചുള്ള കലാപങ്ങൾ, മതപരമായിട്ടുള്ള പരിപാടികൾ, ഈ ബാബമാരുടെ പ്രസംഗങ്ങൾ, ഈ സക്കീർ നായിക്ക് പോലെയുള്ള ആൾക്കാരുടെ പ്രസംഗങ്ങൾ, പിന്നെ ജനക്കൂട്ട നിയന്ത്രണത്തിനായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശമാണ് ഇവിടെ വരാൻ പോകുന്നത്. ഇതിന് ജനക്കൂട്ട നിയന്ത്രണവും മാസ് ഗ്യാതറിംഗ് മാനേജ്മെന്റും എന്നാണ് ഇപ്പോൾ പേരിട്ടിരിക്കുന്നത് ആഭ്യന്തര മന്ത്രാലയം. ശരിയായ സമയത്ത് എങ്ങനെ നിയന്ത്രണം നേടാം, എല്ലാ പരിഹാരങ്ങളും ഉൾപ്പെടെ. അതായത് പുള്ളി ഭരിക്കുന്നത് ഇപ്പൊ 10 കൊല്ലം ആയിട്ടുള്ളൂ, അമിത്ഷായും മോദിയും ഭരിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ 1000 കൊല്ലത്തേക്ക് വേണ്ട കാര്യങ്ങളാണ് അവർ ചെയ്തു വയ്ക്കാൻ പോകുന്നത്. അതായത് ഇനി ഇവിടെ ഒരു കലാപം എന്ന് പറയുന്നത് നിന്റെയൊക്കെ സ്വപ്നം മാത്രമായിരിക്കണം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതെനിക്ക് വളരെയധികം അത്ഭുതമുള്ളൊരു കാര്യം. കാരണം യൂറോപ്പിൽ കലാപം തുടങ്ങുന്നു, നമ്മളിവിടെ അതേസമയം കലാപം അവസാനിക്കും. ഇതാണ് ഇവിടുത്തെ ഇതെന്ന് പറയുന്നത്. ഈ കലാപം എന്ന് പറയുന്ന ഒരു സംഭവം മനസ്സിൽ ചിന്തിച്ചാൽ പോലും ഈ മാർഗനിർദ്ദേശങ്ങൾ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊരു കലാപം നടത്തണമെങ്കിൽ പോലും അത് നടക്കില്ല. കാരണം അത് അപ്പം തന്നെ കെടുമെന്നുള്ളതാണ്. ഇത് ഞാൻ ആ മാർഗനിർദ്ദേശം വായിക്കാം, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് പറയണം. അതിൽ ഒന്നാമത്തെ മാർഗനിർദ്ദേശം എന്ന് പറയുന്നത് അതായത് കലാപം ഉണ്ടാകാൻ സാധ്യതയുള്ള ആ 13 പോയിന്റുകൾ, 13 ആ ഒരു ഫയർ എന്താണ്? അതിലൊന്ന്, ഈ വ്യക്തികൾക്കോ ഗ്രൂപ്പുകൾക്കോ ഇടയിലുള്ള വ്യക്തിപരമായ തർക്കങ്ങൾ കാരണം ഉണ്ടാകുന്ന കലാപങ്ങൾ. ഇത് രാജ്യത്ത് വ്യാപകമാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം. എങ്ങനെയാണ് ഈ മാർഗനിർദ്ദേശങ്ങൾ കലാപത്തെ അടിച്ചമർത്താൻ പോകുന്നത്? ഇതിൽ ഒന്നാമത്തെ പോയിന്റ്, ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ വ്യക്തികൾക്കോ ഗ്രൂപ്പുകൾക്കോ ഇടയിലുള്ള വ്യക്തിപരമായിട്ടുള്ള തർക്കങ്ങൾ ഒരു പ്രദേശത്തോ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തോ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കലാപം, അവിടെ നിന്നാണ് അമിത്ഷാ തുടങ്ങുന്നത്. അതെ, നമ്മുടെ രാജ്യത്ത് കലാപങ്ങളുടെ ഒരു അടിസ്ഥാനപരമായ കാര്യങ്ങൾ അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ അത് ചെറിയ ഒരു കാര്യമായിരിക്കും, 2 വ്യക്തികൾ തമ്മിലുള്ള കാര്യമായിരിക്കും. ഞാൻ എപ്പോഴും ഇവിടെ പറയാറുള്ള സ്ഥലം ബറൂച്ചാണ്, ഗുജറാത്തിലെ. അവിടെ മിക്കവാറും ഒക്കെ പ്രണയമാണ് അവിടുത്തെ കലാപത്തിന്റെ കാരണം. അതായത് ഒരു ഭാഗത്ത് ഹിന്ദുക്കളും ഒരു ഭാഗത്ത് മുസ്ലിംസുമാണ് താമസിക്കുന്നത്. അവിടെ നിന്നുള്ള ഒരു ചെറുക്കൻ ഇവിടെയുള്ള പെൺകുട്ടിയെ നോക്കുന്നു, ഇല്ലെങ്കിൽ ഈ പെൺകുട്ടിയോട് വഴിവെച്ച് സംസാരിക്കുന്നു, പഠിക്കുന്നതും മറ്റുമാകാം, സംസാരിക്കുന്നു. ഇത് ചെറിയ വാക്ക് തർക്കത്തിനും സംഘർഷത്തിനുമാകും. ഇത് ആള് കൂടി കഴിയുമ്പോൾ ഇതിന് മതപരിവേഷം കിട്ടുകയാണ്. മതപരിവേഷം കിട്ടിക്കഴിഞ്ഞ് ഇത് കലാപം വ്യാപിക്കുകയാണ്. ആ ഒരു ഏരിയയിലല്ല. ഇപ്പോ തമ്പാനൂരാണ് ഈ സംഭവം നടക്കുന്നെങ്കിൽ അവിടെ നിന്ന് അത് വ്യാപിച്ച് അങ്ങ് തിരുവനന്തപുരത്തിന്റെ എല്ലാ നെടുമങ്ങാടും മറ്റു സ്ഥലങ്ങളിലും വ്യാപിച്ചു കഴിയുമ്പോൾ ആർക്കും ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നറിയില്ല. കാരണം ഇവിടെ നടക്കുന്ന സംഘർഷം പിന്നെ മതമാകുന്നു. മതം ഇച്ചിരി കഴിയുമ്പോഴത്തേനും കിംവദന്തികൾ പരക്കുന്നു. ഇതാ നമ്മുടെ ആരാധനാലയം ആക്രമിച്ചു, വിഗ്രഹം തകർത്തു, ഇല്ലെങ്കിൽ പള്ളി തകർത്തു എന്ന് പറയുന്ന രീതിയിലേക്ക് മാറുന്നു. വലിയ കലാപം. അവസാനം ഇത് അന്വേഷിക്കാനായിട്ട്
എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടിച്ചൊതുക്കി കഴിഞ്ഞ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ച് ഈ അന്വേഷണ കമ്മീഷൻ ഇഴകീറി താഴെത്തട്ടിലേക്ക് എത്തുമ്പോഴും ഈ വിവരം അറിയില്ല. പക്ഷെ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് കൃത്യമായി തന്നെ അറിയാം എന്താണ് റീസൺ എന്ന്. ചിലപ്പോൾ രണ്ട് ഗ്യാങ്ങുകൾ തമ്മിലുള്ള സംഘർഷമാകാം. രണ്ട് ഗ്യാങ്ങുകൾ നമ്മുടെയൊക്കെ നാട്ടിലും ഒക്കെ ഉണ്ട്. നമ്മുടെ കേരളത്തിൽ നമ്മൾ അതിനൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ പോലും രണ്ട് ഗ്യാങ്ങുകൾ തമ്മിലുള്ള സംഘർഷം വലിയ കലാപമായി മാറാം. ഇത് അവിടെ തന്നെ തീർക്കാൻ നമുക്ക് കഴിയുന്നതാണ്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ നടക്കുന്ന ചെറിയ ചെറിയ വഴക്കുകളും സംഘർഷങ്ങളും ഒക്കെ രണ്ടു കൂട്ടരുടെ ആളുകൾ വന്ന് ഇല്ലെങ്കിൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ പറഞ്ഞു തീർക്കാൻ വ്യാപകമാണ്. ഇതാണ് അവിടുത്തെ കലാപത്തിന്റെ ബേസ് ആയിട്ടുള്ള ഒരു കാരണം. ഇത് മറ്റ് ഇവിടങ്ങളിൽ അപ്പൊ അതിന് നമുക്ക് പറഞ്ഞു തീർക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ടാകും. അതിന് പോലീസിന് ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ ഈ കേരളത്തിലൊക്കെ പലപ്പോഴും നമ്മളുണ്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് രണ്ടു കൂട്ടരെയും വിളിച്ചിരുത്തിട്ട് കാര്യം ചോദിച്ച് കോംപ്രമൈസ് ആക്കി വിടുവില്ല, എഴുതി വെപ്പിക്കും. നമ്മളത് കണ്ടിട്ടുള്ള സാധനമാണ്. അതുപോലെ നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് ഒഴിവാക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മുടെ പിടിവിട്ട് പോകും. അതാണ് ഒന്നാമത്തെ കാര്യം. ഇത് രണ്ടാമത്തെ കാര്യമായിട്ട് ഇതിൽ പറയുന്നത് അടുത്ത നമ്മുടെ രാജ്യത്ത് കലാപം ഉണ്ടാകാനുള്ളത് കുറച്ചുകൂടെ ഒരു ഡീപ്പായിട്ടുള്ള ഒരു വിഷയമാണ്. അതായത് ഈ പള്ളി, മുസ്ലിം പള്ളി, ഈ പള്ളിക്ക് മുന്നിൽ ഉച്ചത്തിൽ സംഗീതം പ്ലേ ചെയ്യുന്നത് പല സ്ഥലങ്ങളിലും കലാപം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അവിടെ പിടിക്കണം എന്നും അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇതിലൊരു വിലയിരുത്തൽ? ഇത് തീർച്ചയായിട്ടും അതിനകത്ത് ഞാനും യോജിക്കുന്നു 100%. കാരണം ഈ പലപ്പോഴും ഈ ഹൈന്ദവ ഘോഷയാത്രകള്, അതുപോലെ ഹൈന്ദവ വിവാഹങ്ങൾ, ഈ നോർത്ത് ഇന്ത്യൻ വിവാഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ DJ റോഡിൽ കൂടെ ഡാൻസും ഒക്കെ കളിച്ചിട്ടാണ് അവർ വരനെയും മറ്റുമൊക്കെ കുതിരപ്പുറത്തൊക്കെ കൊണ്ടിരുന്നത്. വലിയ ചടങ്ങ് തന്നെയാണ്. പടക്കം പൊട്ടിക്കും, ബാൻഡ് സെറ്റുകൾ ഉണ്ടാകും, വലിയ ആഘോഷമാണ്. പക്ഷെ പലപ്പോഴും അത് ഈ ഒരു ഏരിയയിലൂടെ കടന്നു വരുമ്പോൾ അത് വലിയ രീതിയിൽ ഈ ഒച്ചത്തിൽ DJ പാട്ടുകൾ വെക്കുന്ന ഒരു രീതിയുണ്ട്. അത് മനഃപൂർവ്വം ഒരു കലിപ്പ് എന്താ പറയുക ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അത് സൃഷ്ടിക്കുന്നത്. അപ്പൊ UP-യിൽ അത് യോഗി ആദിത്യനാഥ് അതിനൊരു നിയമം കൊണ്ടുവന്നായിരുന്നു. അത് ഇത്ര ഡെസിബലിന് മുകളിലായിട്ടാണ് സൗണ്ട് വെക്കുന്നത്. നിന്റെ സൗണ്ട് സെറ്റും ആ വെക്കുന്ന ഓപ്പറേറ്റർ ഉൾപ്പെടെ കുടുംബം വരെ കുളം തോണ്ടുന്നൊരു നിയമം അവിടെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ അവിടെ ഈ വലിയ രീതിയിൽ അതിനെ ചൊല്ലിയുള്ള സംഘർഷമില്ല. കാരണം ഇത്ര ഡെസിബലിലേ പറ്റൂ. കാരണം പോലീസുകാർ വന്ന് നോക്കുമ്പോൾ അതാ ഡെസിബലിന് മുകളിലാണ് ഇവന്റെ സൗണ്ട് പോകുന്നതെങ്കിൽ അവന്റെ സെറ്റ് പോകും എന്നുള്ളത് സ്വാഭാവികം. രണ്ടാമത്തെ കാര്യം, അവിടെ എന്തെങ്കിലും സംഘർഷം നടന്നാൽ അവന്റെ ഉൾപ്പെടെ സ്വത്തുവകകൾ കണ്ടുകെട്ടി നഷ്ടപരിഹാരം ഈടാക്കും. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും മൈക്ക് സെറ്റുകാരൻ ആ പണിക്ക് വരില്ല. പിന്നെ ഇത് വെക്കാനായിട്ട് അവിടുത്തെ കമ്മിറ്റിക്കാരനും വരില്ല. നമ്മൾ UP-യിൽ എങ്ങനെയാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ അതൊരു വലിയ കാര്യമാണ്. ഇത് നേരെ തിരിച്ചുമുണ്ട്. തിരിച്ചും അവിടെ ചില മുസ്ലിം ആഘോഷങ്ങളിൽ തിരിച്ചും ഈ ക്ഷേത്രങ്ങൾ പോലെയുള്ള സ്ഥലങ്ങളിലൂടെ വരുമ്പോൾ ഇതുപോലെയുള്ള ആഘോഷങ്ങളും അർമാദങ്ങളും ഉണ്ട്. ഇത് പലപ്പോഴും സംഘർഷത്തിൽ ഇതിനകത്ത് ഒരാൾ പോരെ, വഴി നിൽക്കുന്ന ഒരുത്തിന് ചൊറിച്ചിൽ വന്നു കഴിഞ്ഞാൽ തുടങ്ങാനുള്ള സാധനമേ ഉള്ളൂ സംഘർഷം. കല്ലോ ഏറോ നടത്തി കഴിഞ്ഞാൽ തുടങ്ങാനുള്ളതേ ഉള്ളൂ. അപ്പോൾ അതും സ്വാഭാവികമായി തന്നെ UP മോഡൽ തന്നെ ചെയ്യണം. കാരണം രണ്ടു കൂട്ടരെ വിളിച്ചിരുത്തി എല്ലാ ഡീറ്റെയിൽസും വാങ്ങിയിട്ട് ഇനി നടത്തിക്കോ നിങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ തന്നെ പ്രൊട്ടക്ഷൻ കൊടുത്തോളും. പോലീസൊന്നും വേണ്ട കാര്യമില്ല. കാരണം സ്വത്ത് പോകുന്ന പോലീസിന്റെ അല്ലല്ലോ, അവന്റെ അല്ലേ. അപ്പൊ പോലീസിനേക്കാൾ കൃത്യതയോടുകൂടി അവര് കൃത്യനിർവഹണം ചെയ്തോളും. മൂന്നാമതായിട്ട് പറയുന്നത് നമുക്ക് കുറച്ചുകൂടെ അറിയാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. മൂന്നാമത് നമ്മുടെ രാജ്യത്ത് കലാപം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വിഷയം അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ഈ മതപരമായിട്ടുള്ള സ്ഥലങ്ങളിലോ അവർക്ക് ചുറ്റുമുള്ള ഭൂമി കയ്യേറുന്നതാണ് എന്ന് ഈ മാർഗനിർദ്ദേശത്തിൽ പറയുന്നത്. അപ്പൊ അവിടെ ശ്രദ്ധിക്കണം, അവിടെ ഒരു കലാപം ഉണ്ടാകും, ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം എന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ചുകൂടെ അറിയാവുന്നൊരു വിഷയമാണെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായും അതിന് ഏറ്റവും നല്ല ഉദാഹരണം കേരളം തന്നെയാണ്. കേരളത്തിന്റെ എത്രയോ ക്ഷേത്രഭൂമികൾ ഇതര മതസ്ഥർ കയ്യേറിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു മാധ്യമ സ്ഥാപനം തന്നെ വലിയ 400 ഏക്കറോളം ഭൂമി കയ്യേറിയിട്ടില്ലേ. ഈ കേരളത്തിൽ പിന്നെ ആരും അത് പ്രശ്നം ഉണ്ടാക്കാത്തതുകൊണ്ടാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഇതിന്റെ ഇരട്ടിയാണ് കയ്യേറി വെച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇത് തിരിച്ചു ചോദിക്കുമ്പോൾ, കാരണം അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ യോഗി കയറിയതിന് ശേഷമാണ് അവിടെ ഒരു അക്കൗണ്ടബിലിറ്റി ക്ഷേത്രങ്ങൾക്ക് തന്നെ വന്നത്. എത്ര ഭൂമിയുണ്ട്, സ്വത്ത്. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ഈ ഡൽഹിയിൽ അവിടുത്തെ ക്ഷേത്രത്തിന്റെ കുറച്ച് സ്വത്തുണ്ടായിരുന്നു. ഡൽഹി അവിടെ ഒരു മാഫിയ തലവൻ എന്താണ് റിയാസ് ഖാനോ അങ്ങനെ പറയുന്ന ഒരു കക്ഷി ഉണ്ട്. അദ്ദേഹം അവിടെ ഫ്ലാറ്റൊക്കെ പണിത് ആൾക്കാർക്ക് വിറ്റ് കഴിഞ്ഞു. യോഗി നോട്ടീസ് കൊടുത്തു, ഇത് കണക്ക് ഞങ്ങളുടെ ക്ഷേത്രത്തിന്റെ സ്വത്താണ്, അത് തിരിച്ചു തരണം. അപ്പൊ തന്നില്ല. പുള്ളി ഡൽഹി ബുൾഡോസർ കയറ്റി ഇടിച്ചു പൊളിച്ചു കളഞ്ഞത്. ആ സ്ഥലം പിടിച്ചെടുത്തു. അത്ര സ്ഥലം ഇപ്പോഴല്ല, കഴിഞ്ഞ യോഗിയുടെ ടൈമിൽ, ഈ ടൈമല്ല കഴിഞ്ഞ ടൈം 2017 അദ്ദേഹം വന്നതിന് ശേഷം. അപ്പം അവരത് കണ്ടെത്തുന്നത്. അതുപോലെ ഈ പുരി ജഗന്നാഥ ക്ഷേത്രത്തിന്റെ സ്വത്തുക്കള് ദക്ഷിണേന്ത്യയിൽ അടക്കം കിടപ്പുണ്ടത്. ഇതൊക്കെ ഇപ്പൊ കയ്യേറുന്നു. അപ്പൊ ഇതിനെ ചൊല്ലിയുള്ള ഒരു തർക്കം, പ്രത്യേകിച്ച് ഈ ക്ഷേത്രത്തിന്റെ ഭൂമി കയ്യേറി അവിടെ കടകള്, അറവുശാലകള്, മദ്യക്കച്ചവടം തുടങ്ങിയവയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായി തന്നെ അതിനെ ചോദ്യം ചെയ്യപ്പെടുകയും അത് സംഘർഷത്തിലേക്ക് പോവുകയും ചെയ്യും.
അതും നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു കേസാണ്. ഇനി അഥവാ ഈ സ്വത്ത് തമ്മിൽ ഈ സ്ഥലം തമ്മിൽ തർക്കമുണ്ടെങ്കിൽ അത് കോടതി പോവുകയും അത് അവർ പ്രവർത്തിപ്പിക്കാതിരിക്കുകയും ചെയ്യുകയാണ് ആദ്യത്തെ അതിന്റെ ഒരു നടപടിയായിട്ട് കാണുന്നത്. ഇതും സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇതും പലപ്പോഴും സംഘർഷത്തിന് കാരണമാകാണ്. കേരളത്തിലുള്ളവർക്ക് ഇത് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. കേരളത്തിലുള്ളവർ പ്രശ്നം ഉണ്ടാക്കാൻ പോകാത്തത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ എത്രയോ കലാപങ്ങൾ ഇവിടെ നടന്നേനെ. അടുത്തൊരു സംഭവം കുറച്ചുകൂടെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതായത് മറ്റ് സമുദായത്തിൽപ്പെട്ടവർ ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശത്ത്, ഇപ്പൊ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശത്ത് പോയിട്ട് മനഃപൂർവ്വം കലാപം ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹിന്ദുക്കൾ ഒരു ഘോഷയാത്ര നടത്തും. അല്ലെങ്കിൽ ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് പോയിട്ട് മനഃപൂർവ്വം കലാപം ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾ ഒരു ഘോഷയാത്രയോ റാലിയോ നടത്തും. അപ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ അവരുടെ മതസ്ഥലത്ത് നിന്ന്, അല്ലെങ്കിൽ അവിടെയുള്ള ഒരു പള്ളിയിൽ നിന്നോ മറ്റ് ഭൂരിപക്ഷമുള്ള പള്ളിയിൽ നിന്ന്, അപ്പോൾ ആ ഘോഷയാത്ര നടത്തുക മാത്രമല്ല ചെയ്യുന്നത്, ഇവർ അന്യമത വിദ്വേഷം കൂടെ പരത്തും. എങ്കിലല്ലേ ഒരു തീപ്പൊരി വരും. കാരണം അവിടെ ചെന്നിട്ട് അവരുടെ ദൈവത്തെ ഇകഴ്ത്തുക, ഇവിടെ വന്നിട്ട് ഇവരുടെ ദൈവത്തെ ഇകഴ്ത്തുക. അപ്പൊ ഇത് കലാപത്തിനുള്ള ഒരു വലിയൊരു മാർഗമാണ്. ആ ഭാഗം കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളാനായിട്ട് പറയുന്നുണ്ട് ഇപ്പോ അമിത്ഷാ. അതും വളരെ ശരിയായ ഒരു കാര്യം തന്നെയാണ്. ഇത്തരം മനഃപൂർവ്വ സംഘർഷം എനിക്ക് തോന്നിയിട്ടുള്ള ഇന്ത്യയിൽ ഇങ്ങനെയുള്ള മേഖലയിൽ കൂടി റൂട്ട് മാർച്ചും മറ്റും നടത്താൻ ആകെ അനുമതി കൊടുത്തിട്ടുള്ളതും അത് ഭംഗിയായി നടത്തുന്ന ഒരു സംഘടന RSS മാത്രമാണ്. കാരണം പോലീസിന് കണ്ണു അടച്ച് അവർക്ക് പെർമിഷൻ കൊടുക്കാൻ പറ്റും. കാരണം അവരുടെ റൂട്ട് മാർച്ചുകൾ എന്ന് പറഞ്ഞാൽ അത് മുദ്രാവാക്യങ്ങളോ ബാക്കിയോ ഒന്നുമില്ല. ആ ഒരു 45 മിനിറ്റ്സ് അവർ മാർച്ച് ചെയ്തു പോകുന്നു. അത് ബാൻഡിന്റെ ഒരു അകമ്പടിയുടെ താളത്തിൽ അവർ മാർച്ച് ചെയ്തു പോകുന്നു എന്നതിൽ കവിഞ്ഞ് യാതൊരുവിധ പ്രകോപനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സേഫ് ആയിട്ട് കൊടുക്കുക. അതുകൊണ്ടാണ് മദ്രാസ് ഹൈക്കോടതി ഈ ചെന്നൈയിൽ നമ്മുടെ സ്റ്റാലിൻ എല്ലായിടത്തും ഈ പഥസഞ്ചലനം നിർത്തിയപ്പോൾ ചെന്നൈ കോടതി പറഞ്ഞു, ഇവര് എവിടെയെങ്കിലും ഇതൊക്കെ നടത്തിയിട്ട് എവിടെയെങ്കിലും ഒക്കെ സംഘർഷം ഉണ്ടായിട്ട് കേട്ടിട്ടില്ല. നമുക്കറിയാം കേരളത്തിൽ അവർ 2-3 വർഷം മുമ്പ് കാഞ്ഞങ്ങാടോ മറ്റോ ആണെന്ന് തോന്നുന്നു, സ്ഥലം കൃത്യമായി അറിയില്ല, അവിടെ ഇത് പഥസഞ്ചലനം നടന്നപ്പോൾ അതിനെതിരെ കനത്ത ഏറ് വന്നു, കല്ലേറ്. അതൊരു സുഡാപ്പി ഏരിയ ആയിരുന്നു. ആ ഏറ് വന്നിട്ട് പോലും ഇവർ അതിൽ നിന്ന് മാറിയില്ല. അങ്ങനെയാണ് അതിന്റെ റൂട്ട് മാർച്ച്. അതിൽ നിന്ന് അവർ വ്യതിചലിക്കാതെ അവരുടെ എന്താണോ ആ ഒരു കർമ്മം അത് അവർ പൂർത്തിയാക്കുക തന്നെ ചെയ്തു. അതിന് സംഘർഷത്തിന് പോവുകയോ ഇല്ല തിരിച്ചറിയാൻ പോവുകയോ അടിക്കാനൊന്നും അവർ പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് സേഫായിട്ട് അങ്ങനെ കൊടുക്കാം. അതെന്തുകൊണ്ടാണ്? പോലീസിനും മറ്റധികാരികൾക്ക് ഉറപ്പുണ്ട് അത് വേറെ സംഘർഷത്തിലേക്ക് പോകില്ല, അന്യമത വിദ്വേഷം പറഞ്ഞു. മറ്റേത് അങ്ങനെയല്ല. മറ്റേത് ഇവിടുന്ന് ഒരു സംഘം പോവുകയാണ്, പാട്ടും കൂത്തുമായിട്ട് പോകുന്നു, എന്നിട്ട് അവിടെ പോയിട്ട് ബഹളം വെക്കുന്നു. നേരെ തിരിച്ചും ഇവിടെ വരുന്നു, ഇവിടെ വന്ന് ബഹളം വെക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ആടി. ഇത് ഞാനതാ പറഞ്ഞത്, ഇത് മതവുമായി ബന്ധമുള്ളതൊന്നുമല്ല. ഇതിനൊന്നും മതവുമായി യാതൊരു ബന്ധവുമില്ല. ഉണ്ടാകുന്നു, വലിയ കലാപം ഉണ്ടാകുന്നു. ഇതും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെ UP യിൽ യോഗി ആദിത്യനാഥ് ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ടാകും. വലിയ സ്റ്റേറ്റിൽ 25 കോടി ജനമുള്ള സ്റ്റേറ്റിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അടുത്തത് 5ാമത്തെ പോയിന്റാണ്. 5ാമത് എങ്ങനെയാണ് കലാപം ഉണ്ടാകുന്നത്? നമുക്ക് 5ഉം 6ഉം 7ഉം ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. 5ാമത്തത് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള ആക്രമണം. ഇതൊരു കലാപമായിട്ട് ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മുതലെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. നമ്മൾ കണ്ടതാണ്, ഹത്രാസിൽ കണ്ടതാണ്, നമ്മുടെ ഈ കത്വയിൽ കണ്ടതാണ്. അങ്ങനെ ഇപ്പോൾ രാജ്യം മുഴുവൻ, അങ്ങ് കശ്മീരിലാണ് അത് നടന്നതെങ്കിലും കേരളത്തിലാണ് അതിന്റെ സംഘർഷം മൊത്തം നടന്നത്. അത് 6ാമതുള്ളത് 2 വ്യത്യസ്ത സമുദായങ്ങളിൽ നിന്നുള്ള യുവാവിന്റെയും യുവതിയുടെയും വിവാഹം കലാപത്തിൽ കലാശിക്കാനുള്ള സാധ്യതയുണ്ട്. 7ാമത് കൊലപാതക സംഭവങ്ങൾ കലാപത്തിൽ കലാശിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് അടുത്ത 3 കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് കലാപം ഉണ്ടാകുന്നതായിട്ട് ഈ മാർഗനിർദ്ദേശത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. തീർച്ചയായിട്ടും. അതായത് ഈ ബലാത്സംഗങ്ങളും മറ്റും നടക്കുമ്പോൾ അതിനെ മതവും ജാതിയും തിരിച്ച് പ്രചരിപ്പിക്കുക. അതാണ് നമ്മൾ ഹത്രാസിലും മറ്റുമൊക്കെ കണ്ട കാര്യം. മുസഫർ നഗറിലും ഹത്രാസിലും മറ്റുമൊക്കെ കണ്ട കാര്യങ്ങൾ. ദളിതാണ്, ഇല്ലെങ്കിൽ മറ്റേതാണ്, മുസ്ലിമാണ്, ഹിന്ദുവാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് അത് അത് രാഷ്ട്രീയ പാർട്ടികളാണ് തുടങ്ങി വെക്കുന്നത്. അത് ഈ സംഘടനകളല്ല. രാഷ്ട്രീയ പാർട്ടികൾ തുടങ്ങി വെക്കുകയും പിന്നീട് അത് കലാപമായി മാറുകയും ചെയ്തു. ഇന്ത്യയിൽ അത്തരത്തിൽ കലാപങ്ങൾ അനവധി നടന്നിട്ടുണ്ട്. പക്ഷെ ഹത്രാസോട് കൂടി തന്നെ ആ നാടകമൊക്കെ ഏതാണ്ട് ഇന്ത്യയിൽ കൂട്ടിക്കെട്ടി. 2ാമത് പറഞ്ഞ വിവാഹത്തിന്റെ കാര്യം. ജാർഖണ്ഡാണ് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം. അവിടെ ഈ ബംഗ്ലാദേശിൽ നിന്ന് എത്തുന്ന റോഹിംഗ്യ മുസ്ലിങ്ങൾ അടക്കമുള്ളവർ ജാർഖണ്ഡിലെ ഒരു ഗോത്രവർഗ മേഖലയാണെന്ന് അറിയാമല്ലോ. ആ ജാർഖണ്ഡിലെത്തി അവിടുത്തെ ഗോത്രവർഗ പെൺകുട്ടികളെ വിവാഹം കഴിക്കുകയും അവരുടെ സ്വത്ത് കൈയടക്കുകയും ചെയ്യുന്നതിനെതിരെ ഗോത്രവർഗത്തിന്റെ ഇടയിൽ തന്നെ വലിയ പ്രതിഷേധമുണ്ട്. അവരിടയ്ക്കിടയ്ക്ക് അമ്പയച്ച് കൊല്ലുന്നതും അതുപോലെ ഇവന്മാരെ പച്ചക്കിട്ട് കത്തിക്കുന്നതുമൊക്കെ. പിന്നെ അവരുടെ ഇടയിലേക്ക് നിർബന്ധിതമായ ഒരു പരിവർത്തനവും മതപരിവർത്തനവുമായി ചെല്ലുമ്പോൾ അവർ കൈവെക്കാറുണ്ട്. അതും ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഈ വിവാഹത്തിലൂടെയുള്ള സംഘർഷം ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ വിവാഹം കഴിച്ചിട്ട്, അതായത് മതം മാറാൻ നിർബന്ധിക്കുന്നു. മതം മാറാൻ നിർബന്ധിക്കുന്നതിന്റെ ആദ്യ പടി എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ബീഫ് കഴിക്കാനായിട്ട് നിർബന്ധിക്കുക എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ കേരളത്തിലിരിക്കുന്ന ഒരുപാട് പേര് ചോദിക്കും ചിലപ്പം, ബീഫ് എന്താ അത്ര നിഷിദ്ധമാണോ എന്ന് വെച്ചാൽ നിഷിദ്ധമാണ്. നോർത്ത് ഇന്ത്യയെ സംബന്ധിച്ച് അവിടുത്തെ ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും ബീഫ് കഴിക്കാറില്ല. ഞാൻ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം. ജനിച്ച നാൾ മുതൽ ഇന്ന് വരെ വെജ് മാത്രം കഴിക്കുന്ന ഒരാളുടെ വായിലേക്ക് ചിക്കൻ തിരികെ വെച്ചാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? മാനസികമായിട്ട് അയാൾക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്.
നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് 13ാമത്തെ പോയിന്റാണ് കേട്ടോ. 13ാമതായിട്ട് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് മതപരിവർത്തനം മൂലമുള്ള കലാപങ്ങളുണ്ട്. അത് വളരെ വ്യാപകമാണ് നമ്മുടെ രാജ്യത്ത്. അപ്പൊ അത് നമ്മളിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും 13ാമത്തെ പോയിന്റ് അപ്പൊ പറയേണ്ട ആവശ്യമില്ല. ഈ ഇന്ത്യയിൽ ഇപ്പോഴും 40% ആൾക്കാർ പ്യൂർ വെജിറ്റേറിയൻ ആണ് ബിജെപി. 40%. ഞാൻ ഞെട്ടിപ്പോയി കേട്ടപ്പോ 40%. അപ്പൊ 40% എന്ന് പറയുമ്പോൾ ഈ 145 കോടി ജനങ്ങളിൽ എത്ര ആൾക്കാർ വരും? അതാ ഏതാണ്ട് ഒരു പകുതിയിലേക്ക് എത്തുന്നു ആള്. അത് മാത്രമല്ല ധനുഷ്, നമ്മൾ ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, ലോകത്ത് വെജ് കഴിക്കുന്നവരുടെ എണ്ണം അനുദിനം കൂടുകയാണ്. വെജ് റെസ്റ്റോറന്റുകളുടെ എണ്ണം അനുദിനം കൂടുകയാണ് ലോകത്ത്. ഞാൻ പറഞ്ഞത് മുമ്പ് നമ്മുടെ ഇന്ത്യയിലൊക്കെ അനവധി വെജ് റെസ്റ്റോറന്റ്, ഇന്ന് പുറത്തു നിന്നുള്ള വെജ് റെസ്റ്റോറന്റുകൾ പോലും ഇന്ത്യയിൽ അവർ ബ്രാഞ്ചുകൾ തുടങ്ങുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ആദ്യം ഇവരെ ഇത് കേട്ട് ഞാൻ ചോദിച്ചോട്ടെ, പന്നി കഴിക്കാത്ത ഒരു സമുദായ അംഗം, ആ അംഗത്തിന്റെ വായിലേക്ക് പന്നി ഇടിച്ച് കയറ്റി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് ഇതൊക്കെയാണ് അവിടുത്തെ സംഘർഷത്തിലേക്ക് പോകുന്നത്. കാരണം ഈ നിർബന്ധിത മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ഈ വിവാഹം കഴിക്കുന്നത്. വിവാഹം കഴിച്ചിട്ട് മതപരിവർത്തനം നടത്തുക. ആദ്യം മതപരിവർത്തനം ചെയ്യുന്നതിന് ആദ്യം പഠിയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കഴിപ്പിക്കുമ്പോഴാണ് ഇവിടുന്ന് പോകുന്ന ഈ ജാർഖണ്ഡിലും മറ്റ് യുപിയിലും ഒക്കെ ഉള്ള പിന്നോക്ക സ്ഥലങ്ങളിൽ നിന്ന് പോകുന്ന പെൺകുട്ടികളാണ് അധികവും. അവിടുന്നാണ് അവരിത് മനസ്സിലാക്കുന്നത്, ഇങ്ങനെയാണ് ഇതിന്റെ റൂട്ട് എന്നുള്ളത്. കാരണം ഇവരുടെ സംസ്കാരം നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. ഈ പെൺകുട്ടി പോയിട്ട് മൊഴി കൊടുക്കുന്നു. ഇവിടെ നിന്നിട്ട് അത് ചോദിക്കാനും പറയാനും ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ വരുന്നു, സംഘടനകൾ വരും. സ്വാഭാവികം തന്നെയാണത്. സംഘടനകൾ വരും. തിരിച്ചാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ സംഭവിക്കുന്നത്. സംഘടനകൾ വരുന്നു, അത് പിന്നെ വലിയ കലാപമായിട്ട് മാറുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ലവ് ജിഹാദ് അടക്കമുള്ള കാര്യങ്ങൾക്ക് UP അടക്കമുള്ള സംസ്ഥാനങ്ങൾ കർശനമായ നിയമവും നിയന്ത്രണവും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ അവിടെ വലിയ രീതിയിലുള്ള ഇതിനൊക്കെയുള്ള മതം മാറ്റ കല്യാണങ്ങൾ നടക്കാത്തത്. അതൊരു വലിയ കാര്യം തന്നെയാണ്. 8ാമതായിട്ട് നമുക്ക് കുറച്ചുകൂടെ അറിയാമെന്നുള്ള ഒരു സംഭവമാണ്. അറിയാമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ യോഗി ആദിത്യനാഥ് കയറിയ ശേഷമാണ് ഈ സംഭവങ്ങൾ കുറച്ച് അറിഞ്ഞു തുടങ്ങിയത്. ഈ ഹോളി സമയത്ത് ഉണ്ടാകുന്ന കലാപങ്ങൾ, അത് മറ്റ് സമുദായത്തിൽപ്പെട്ട ആൾക്കാരുടെ മേത്ത് നിറം പുരട്ടുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പം യോഗി ആദിത്യനാഥ് അറിയാമല്ലോ, ഇത്തവണ പറഞ്ഞു, നിങ്ങളുടെ ദേഹത്ത് നിറം പുരട്ടുന്നില്ല, ഇനി പുരട്ടുന്നവനുണ്ടെങ്കിൽ പുരട്ടുന്നവനെ ഞാൻ എടുത്ത് പുരട്ടും, അത് വേറെ കാര്യം. ഈ നിറം അങ്ങോട്ടേക്ക്, ഇത് പൊടിയാണല്ലോ എറിയുന്നത്, അങ്ങോട്ടേക്ക് വരാതിരിക്കാൻ നിങ്ങളൊരു കാര്യം ചെയ്യൂ, പള്ളി മൂടിയിട്ടേക്കും എന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞു. അപ്പൊ ഈ ഒരു സംഭവം അമിത്ഷാ വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അമിത്ഷാ പറയുന്നുണ്ട്, ഈ ഹോളി ആഘോഷ സമയത്ത് കലാപം ഉണ്ടാകാനുള്ള മെയിൻ കാരണം മറ്റ് സമുദായങ്ങളുടെ മേത്ത് നിറം പൊട്ടുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മുടെ 8ാമത്തെ മാർഗനിർദ്ദേശത്തിലുള്ളത്. ഈ നിറത്തോടൊപ്പം തന്നെ മറ്റൊരു പരിപാടി നടക്കാറുണ്ട്, കല്ലെറിയുന്ന പരിപാടിയുണ്ട്. അതായത് ഈ ഹോളി സമയത്ത് ഇങ്ങനെ നടക്കും. ഈ മുസ്ലിംസിന്റെ ഘോഷയാത്ര പോകുമ്പോൾ ഈ കൂട്ടത്തിൽ നിൽക്കുന്നവര് ക്ഷേത്രങ്ങൾക്ക് നേരെ കല്ലെറിയും. അവന്റെ ലക്ഷ്യം ഞാൻ പറഞ്ഞില്ലേ, ഈ പിന്നെ ഒരു മുസ്ലിം ആയാലും ഹിന്ദു ആയാലും അവര് മുഴുവൻ കലാപകാരികളോ ഭീകരന്മാരോ അല്ല. ഇതിനകത്ത് കുറെ എന്താ പറയുന്ന കുറെ ക്രിമിനൽസ് ഉണ്ടാകും ഈ ഒരു പരിപാടിയിൽ. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ. നമ്മുടെ നാട്ടിൽ തന്നെ ആണെങ്കിൽ ഒരു ഉത്സവം നടക്കുകയാണെങ്കിൽ ആ ഉത്സവത്തിൽ എല്ലാവരും സമാധാനത്തിൽ പങ്കെടുക്കണമെന്നാണല്ലോ 99% ആഗ്രഹം. അതിനകത്ത് 1% കാണും ബഹളം ഉണ്ടാക്കാൻ, അവൻ അവിടെ അടിയും പിടി ഉണ്ടാക്കും. ഇത് തന്നെയാണ് ഈ ഘോഷയാത്രകൾ സംഭവിക്കുന്നത്. ഈ ഘോഷയാത്ര നടത്തുന്നവർക്ക് ഒരു കലാപം ഉണ്ടാകണമെന്ന് ഒരിക്കലും ആഗ്രഹമില്ല. കാരണം ചെറിയ തുക പോരാ ഒരു ഘോഷയാത്ര. അത് ഹിന്ദുവിന്റെ ആയാലും മുസ്ലിമിന്റെ ആയാലും നടത്തുന്നതിന് വലിയ തുക മുടക്കി തന്നെ പിരിച്ച് ആണ് അത് നടത്തുന്നത്. ഇപ്പൊ ഒരു ഗണപതി നിമഞ്ജന ഘോഷയാത്രയാണെങ്കിൽ ഒരു ഗണപതി വിഗ്രഹമൊക്കെ ഉണ്ടാക്കി ഇത്രയും ദിവസം വെച്ച് അത് കൊണ്ടുപോകുമ്പോൾ അവൻ അതിന്റെ പവിത്രതയോടാണ്. അതിനകത്ത് ചില എന്താണ് പറയുക, തലതെറിച്ചവർ ഉണ്ടെങ്കിൽ അവർക്ക് എളുപ്പത്തിൽ ഇത് ഒരു കലാപമാക്കി മാറ്റാൻ പറ്റും. ഇങ്ങനെയുള്ളവർ നൂണ്ടു കയറാറുണ്ട്. ഇതിനകത്ത് ചിലപ്പോ മറ്റ് മതസ്ഥരുമൊക്കെ നൂണ്ടു കയറിയ സംഭവങ്ങളുണ്ട്. ഉത്തർപ്രദേശില് 2020 ഈ ദസറ ആഘോഷങ്ങളോടനുബന്ധിച്ച് ഈ ഡാന്ഡിയ നൃത്തം, അതായത് ഡാന്ഡിയ നൃത്തം എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്രയിൽ അങ്ങനെ പറയും, ഗർഭ ഡാൻസ് എന്നാണ് ഗുജറാത്തിൽ പറയുന്നത്. ഇത് തന്നെ ഈ ഡാൻസ് എല്ലായിടത്തും ഉണ്ട്. 9 ദിവസം നവരാത്രി ദിനത്തിൽ ഈ പെൺകുട്ടികളുടെ ഡാൻസ് ഉണ്ട്. ഈ ഡാൻസ് കാണാനും അവിടെ ചുറ്റിത്തിരിയാനുമായിട്ട് ഈ ഒരുപാട് മുസ്ലിംസ് യുവാക്കൾ അവിടെ എത്താറുണ്ട്. ഇവന്മാർ അവിടെ എത്തുകയും ഈ പെൺകുട്ടികളുമായി രാഹുൽ പേര് മാറ്റിയിട്ടാണ് വരുന്നത്, അതായത് മുസ്ലിമായിട്ടല്ല അവർ വരുന്നത്, രാഹുൽ എന്നും രാജു എന്നൊക്കെ പറഞ്ഞു വരികയും ഇവരെ തിരിച്ചറിയും സംഘർഷത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. UPയിൽ അതിനിപ്പോ ഒരു നിയമം അദ്ദേഹം കൊണ്ടുവന്നു. യോഗി ആദിത്യനാഥ് കൊണ്ടുവന്നല്ല, പല ഗർഭ കമ്മിറ്റികളും, ഇത് കമ്മിറ്റിയാണ്, ഓരോ സൊസൈറ്റികളാണ് ഇത് നടത്തുന്നത്. അപ്പൊ ആ കമ്മിറ്റിക്കാർ ഒരു നിയമം കൊണ്ടുവന്നു, ഹിന്ദു ആണ് എന്ന ID പ്രൂഫ് തരുന്നവർക്ക് ഈ പന്തലിൽ കയറി ഇത് കാണാം, ഈ ഡാൻസ് കാണാം. കാരണം ഇതൊരു ആചാരമാണല്ലോ. ഇത് വെറുതെ ഒരു ഡാൻസ് കളിച്ച് ആൾക്കാരെ കാണിക്കുന്ന ഗാനമേളയോ ഇല്ലെങ്കിൽ സിനിമാറ്റിക് ഡാൻസോ അല്ല. ഇത് നവരാത്രിയോടനുബന്ധിച്ച് നടത്തുന്ന ആചാരപരമായ നൃത്തമാണ്. അപ്പൊ അത് കാണാനായിട്ട് നിങ്ങൾ അങ്ങനെ വരണം. അതിൽ പോലും വ്യാജ ഐഡിയും കൊണ്ട് വന്നു. അതായിരുന്നു രാജസ്ഥാനിൽ ഒരു സംഘർഷം ഉണ്ടായി, വലിയൊരു കലാപമായിട്ട് അത് മാറി. അപ്പൊ അങ്ങനെയും ഇതിനകത്ത് സംഭവിക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടെ ഉണ്ട്. ഈ ആൾമാറാട്ടം നടത്തി വന്ന് കയറുക, അവരെ കൈയോടുകൂടി പിടിക്കുക, അങ്ങനെയുള്ള വിഷയങ്ങൾ അവിടെ ഉണ്ടാകാറുണ്ട്.
അടുത്തത് നമ്മുടെ ജെൻസി പിള്ളേര് കലാപം ഉണ്ടാക്കിയാൽ അവരെങ്ങനെ ഉണ്ടാക്കും, അതിന്റെ ഒരു ഇത് വെച്ചിട്ടുള്ള 9ാമത്തെ നിർദ്ദേശം, ഈ ക്രിക്കറ്റ് മത്സരങ്ങളെക്കുറിച്ചോ ദേശീയ അന്താരാഷ്ട്ര ടീമുകളെ കുറിച്ചുള്ള പിന്തുണയെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ സിനിമാ നടന്മാരുടെ അല്ലെങ്കിൽ നടിമാരുടെ അല്ലെങ്കിൽ സിനിമയെ സംബന്ധിച്ചുള്ള ഒരു തർക്കം, ഈ തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ പല സ്ഥലത്തും ഇത്തരത്തിൽ കലാപങ്ങളും സംഘർഷങ്ങളും പൊട്ട ഒരു സാഹചര്യമുണ്ട് എന്നും ഈ മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ 10ാമത്തെ പോയിന്റൂടെ വായിക്കാം. മറ്റ് സമുദായങ്ങളിലെ നേതാക്കളുടെ പ്രതിമകൾ നശിപ്പിക്കൽ. ആ പ്രതിമകൾ നശിപ്പിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് നടന്മാരുടെ പോസ്റ്റർ കയറുന്നതും വേണമെങ്കിൽ എടുത്തു വെക്കാമല്ലോ. അപ്പൊ ഇതാണ് 9ഉം 10ഉം, ഇതാണ് നിർദ്ദേശം. പിന്നെ 11ാമത്തതും കൂടെ വേണമെങ്കിൽ ഇതിന്റെ കൂടെ നമുക്ക് ചേർത്ത് വായിക്കാം. സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ മറ്റ് സമുദായ നേതാക്കളെ അപമാനിക്കൽ. ഇത് 3ഉമാണ് അടുത്ത 3 മാർഗനിർദ്ദേശം. ധനുഷ് പറഞ്ഞ ഈ 3 മാർഗങ്ങളും കേരളത്തിലുള്ളവർക്ക് വളരെ സുപരിചിതമായിരിക്കും. ഫ്ലെക്സ് കീറുക എന്നുള്ളത് ഇവിടുത്തെ ഒരു ആചാരമാണ്. സോഷ്യൽ മീഡിയ കൂടെ മറ്റുള്ളവരെ അപമാനിക്കുക എന്ന് പറയുന്നതും ഇവിടുത്തെ ഒരു രീതിയാണ്. അപ്പൊ ഇവിടെ കേരളത്തിൽ ഉള്ള ജനങ്ങൾക്ക് ഇത് പ്രത്യേകിച്ച് വിശദീകരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ 3 കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് മലയാളികൾ. അവർക്ക് നന്നായിട്ട് ഇതറിയാം. ഇതൊക്കെ ഇത് പണ്ടേക്ക് ഇത് ചെയ്യേണ്ടതാണ്. കാരണം ഈ സ്പർദ്ധ ഉണ്ടാക്കുന്നതും പ്രതിമ നശിപ്പിക്കല്, അതുപോലെ തന്നെ ഫേക്ക് ന്യൂസുകൾ, രാജ്യവിരുദ്ധ വാർത്തകൾ ചെയ്യുക, അത് പ്രചരിപ്പിക്കുക, അതാണ് ഇവിടെ ചെയ്യുന്ന ഒരു സംഭവം. അതായത് നമ്മളും അമേരിക്കയും കൂടെ പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും താരിഫ് ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അമേരിക്കക്ക് കൂടെ പിടിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഉള്ളവരെ കുത്തിത്തിരിക്കാൻ ശ്രമിക്കുക, ഈ രാജ്യത്ത് കലാപം ഉണ്ടാകുമെന്ന് പറയുക. ഇത് പക്ഷെ ഇപ്പം അത് വർക്കൗട്ട് ആകില്ല ഇപ്പോഴത്തെ കാലത്ത്. കാരണം അതിന്റെ ഒരു കാലം പോയി ഇന്ത്യയിൽ. കാരണം ഇപ്പൊ ഇന്ത്യയിലെ ജനങ്ങൾ തന്നെ അതിനെതിരെ ജാഗ്രത ഉള്ളവരാണ്. പഴയ കണക്ക് അവര് എന്തെങ്കിലും കേട്ടാൽ വിശ്വസിക്കുന്നവരല്ല എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. ഇതൊക്കെ കുറച്ചുകൂടെ കേരളത്തിനായിരിക്കും ആപ്ലിക്കബിൾ ആകുന്ന ഒരു സംസ്ഥാനം എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ മറ്റുള്ളിടത്താണ്. നമ്മുടെ ഇവിടെ ആകെ ഇല്ലാത്തൊരു കാര്യം എന്താണെന്ന് അറിയാം ധനുഷ്, ഇതിനൊന്നും ചൊല്ലി കലാപമില്ല എന്ന് മാത്രമാണ്. പിന്നെ അല്ലാതെ ബാക്കിയുള്ളതെല്ലാം ഇവിടെ ഉണ്ട്. അതെ. പിന്നെ 12, 13, 12ാമത്തത് മറ്റ് ജില്ലകളിലോ സംസ്ഥാനങ്ങളിലോ രാജ്യങ്ങളിലോ ഉള്ള പ്രശ്നങ്ങളെ ചൊല്ലിയുള്ള വർഗീയ സംഘർഷങ്ങൾ. അതും എനിക്ക് തോന്നുന്നു കേരളത്തിന് സുപരിചിതമാണ്. അതായത് ഇപ്പം ഗാസയിൽ ഒരു അടി നടന്നാൽ കേരളത്തിലാണ് സംഘർഷം നടക്കുന്നത്. പിന്നെ 13ാമത്തത് മതപരിവർത്തനം മൂലമുള്ള ആക്രമണം. ഇതാണ് 13 മാർഗനിർദ്ദേശം. അപ്പൊ ലാസ്റ്റ് 2 ഇതാണ്. ഇതിനകത്ത് ഈ വളരെ രസകരം, സുപ്രീം കോടതിയിൽ ഈ കഴിഞ്ഞ ദിവസം, അതായത് ഒരു 2 ആഴ്ചക്ക് മുമ്പ് നമ്മുടെ CPM മഹാരാഷ്ട്രയിൽ പലസ്തീൻ അനുകൂല റാലി നടത്താൻ ഒരു പെർമിഷന് വേണ്ടി ഹൈക്കോടതി ചെന്നു. സുപ്രീം കോടതിയിൽ മുംബൈ ഹൈക്കോടതി ചെന്നു. മുംബൈ ഹൈക്കോടതി CPM-ലെ നേതാക്കളോട് വെച്ച് 14,500 കിലോമീറ്റർ അകലെ കിടക്കുന്ന ആ രാജ്യങ്ങളിൽ നിങ്ങൾക്ക് എന്ത് കാര്യം? നിങ്ങൾ നിങ്ങളുടെ ഈ സ്വന്തം രാജ്യത്തുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കൂ. അതാണല്ലോ നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയാണല്ലോ. അവിടെ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എന്ത് ഗുണം എന്ന് ചോദിച്ച് അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ ഹർജി എടുത്ത് ദൂരെ കളഞ്ഞത്. ഇതാണ് ചെയ്യുന്നത്. ക്രിക്കറ്റ് കളി പഹൽഗാമിനെ കുറിച്ചും പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ പഹൽഗാമിലൊക്കെ നടക്കുമ്പോൾ നമ്മുടെ വിമാനങ്ങൾ തകർന്നു, നമ്മുടെ രാജ്യം തകർന്നു എന്നാണ് ആദ്യം വരുന്ന വാർത്ത. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, ക്രിക്കറ്റ് കളി. പാകിസ്ഥാൻ ജയ് വിളിക്കുന്നു, പാകിസ്ഥാൻ ഇത് വരുന്നു, അവിടെ ചൊറച്ചിലായി. പക്ഷെ ലോകത്ത് ഒരു രാജ്യത്ത് അത് അനുവദിക്കില്ല കേട്ടോ, അത് മറ്റൊരു സത്യം. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇനി നടന്മാരെ കുറിച്ചിട്ടുള്ള, ഇതിപ്പോ കേരളത്തിൽ അത്ര ഇല്ലെന്ന് എനിക്ക് തോന്നി, ഫാൻസുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ, ഇതിനൊക്കെ പിന്നീട് ഈ വർഗീയ ചായവും രാഷ്ട്രീയ ചായവും ഒക്കെ രൂക്ഷമാണ്. ഈ കണ്ണൂർ ഞാനിങ്ങനെ അറിഞ്ഞിട്ടുണ്ട്, അവിടെ ഈ രാഷ്ട്രീയ സംഘർഷം ഉണ്ടാകാനുള്ള കാര്യം ഈ കാവുകളിൽ ഇപ്പം ഈ ഉത്സവ സീസൺ വരുമ്പോൾ കാവുകളിൽ ഉണ്ടാകുന്ന ഇരു വിഭാഗത്തിന്റെ ഉരസലുകളാണ് പിന്നീട് RSS CPM സംഘർഷമായി മാറുന്നത്. അപ്പൊ ഈ കാവിലെ ആ തെയ്യാട്ടം ഇല്ല, ചടങ്ങ്, തെയ്യത്തിന്റെ ചടങ്ങുകൾ നടക്കുമ്പോൾ ഇരു വിഭാഗം തമ്മിൽ അവിടെ ചെറുതായിട്ട് ഉരസലുണ്ടെങ്കിൽ അതിന്റെ കണക്ക് തീർക്കുന്നത് അടുത്ത വർഷമാകും, അല്ലെങ്കിൽ ആ ഒരു വർഷത്തിനുള്ളിൽ ഇതിന്റെ കണക്ക് തീർക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള ഇടങ്ങൾ കൂടുതലും ഇത്തരത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആൾക്കൂട്ടം, അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. നമ്മൾ കണ്ടതാണ്, ഈ കുംഭമേള വളരെ ഭംഗിയായി നടന്നുവെങ്കിൽ പോലും ദില്ലി റെയിൽവേ സ്റ്റേഷനിൽ വലിയ തിക്കും തിരക്കും ഉണ്ടാക്കിക്കൊണ്ട് അവിടെ അനവധി പേർ കൊല്ലപ്പെട്ടു. എങ്ങനെയാണ് പെട്ടെന്ന് അവിടെ ജനം വന്ന് കൂടിയതെന്നും ഈ തിക്കും തിരക്കും ഉണ്ടായതെന്നും ആർക്കും അറിയില്ല. ഇതിന് വളരെ സിമ്പിളായിട്ട് ഞാനൊരു കാര്യം പറയാം. നമ്മുടെ നാട്ടിലും ഉണ്ട് ഈ പരിപാടിയൊക്കെ. ഈ ഉത്സവ പറമ്പിൽ, ഇപ്പോഴത് വ്യാപകമായിട്ടില്ല, ഉത്സവ പറമ്പിലൊക്കെ ഈ വലിയ ആള് കൂടി നിൽക്കുക, ഈ ആറാട്ടും മറ്റും നടത്തുമ്പോൾ അവിടെ ഒരു റൂമർ ഒരു രാത്രിയാകുമ്പോൾ അടിച്ചിറങ്ങും. ഈ ആനകളൊക്കെ എഴുന്നള്ളിച്ചിരിക്കുമ്പോൾ ആന വരണ്ടു എന്ന് പറയും. ഇല്ലെങ്കിൽ ചില ബിരുദന്മാര് ഈ ആനയുടെ വാലിൽ പിടിച്ച് തിരിച്ചിട്ട് ആന ചിഹ്നം വിളിപ്പിക്കുക, ആന വയലന്റ് ആകും വേദനിച്ച് കഴിയുമ്പോൾ. ആന വരണ്ടു എന്ന് പറഞ്ഞു കൊടുക്കും. അവരുടെ ലക്ഷ്യം മാലമോഷണവും മറ്റുമൊക്കെയാണ്.
പക്ഷെ ഇത് ആളുകളെ കൊല്ലുന്നതിന് വളരെ എളുപ്പമാണ്. ഇപ്പൊ ഭീകരർ ഇപ്പൊ ബോംബും തോക്കും അല്ല ഉപയോഗിക്കുന്നത്, ഇതുപോലെയുള്ള ആൾക്കൂട്ട കൊലപാതകങ്ങൾ, അതായത് ഒരു വണ്ടി ഇടിച്ച് ആൾക്കൂട്ടത്തിനിടയ്ക്ക് കയറ്റുക, ഇല്ല എങ്കിൽ ഇത് കണക്കുള്ള തിക്കും തിരക്കും കൃത്രിമമായി ഉണ്ടാക്കി ആളുകളെ കൊല്ലുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് അവരിപ്പോൾ തിരിഞ്ഞിരിക്കുന്നത്. പിന്നെ വലിയ രീതിയിൽ മയക്കുമരുന്ന് കൊടുത്തു യുവതലമുറയെ നശിപ്പിച്ചിടുക തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ് ഭീകരർ മുമ്പോട്ട് പോകുന്നത്. കാരണം അവരെ സംബന്ധിച്ച് നശീകരണത്തിന് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള വഴികളാണ് ഇത്. വലിയ ബോംബും തോക്കും ഒക്കെ നിർമ്മിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത്. ഇപ്പൊ എളുപ്പമുള്ള വഴികളാണ്. ഏതായാലും ഇത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. ഇതെല്ലാവർക്കും, എല്ലാ പ്രേക്ഷകർക്കും സിമ്പിളായിട്ട് മനസ്സിലാകുന്ന ഒരു സബ്ജക്ട് തന്നെയാണ്. ഇതിലൊരു നിയമം അനിവാര്യമാണ്. ഇതിനെപ്പോൾ പ്രതിപക്ഷം എതിർക്കാനുള്ള സാധ്യതയില്ല. പിന്നെ സ്വാഭാവികമായും നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷത്തിന്റെ പ്രധാന ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്ത് നല്ല കാര്യം വന്നാലും എതിർക്കും. ഇനി നമ്മൾ ഇത് ഒറ്റ കാര്യം കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കൺഫേം ചെയ്യാം നമുക്ക്. CPM ഇതിനെ എതിർക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മാത്രം മതി. കാരണം അവർ എതിർക്കുന്ന ഏത് കാര്യവും ലോകത്തിന് തന്നെ നന്മ വരുന്ന കാര്യമായിരിക്കും.